നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടൈം സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മാത്താവ് 11ഓടെ സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു. തുടർന്ന് MP-മാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രിക്ക് ശേഷം രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത് ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റു കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സഭയിലെത്തിയ പ്രതിപക്ഷം ഭരണഘടന കയ്യിലേന്തി പ്രതിഷേധിച്ചു. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് പ്രോടൈം സ്പീക്കറെ സഹായിക്കാൻ നിയോഗിച്ച ചെയർപേഴ്സൺമാരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചപ്പോഴാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. 8 തവണ ലോക്സഭാംഗമായി തുടരുന്ന മുതിർന്ന കോൺഗ്രസ് അംഗം കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നീറ്റ് വാക്യമുയർത്തിയും പ്രതിപക്ഷം ബഹളം വെച്ചു. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി MP-മാരെ സ്വാഗതം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്ര ദിനമാണ് ഇതെന്നും രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും എല്ലാവരുടെയും പിന്തുണയുണ്ടാക്കാൻ ശ്രമമുണ്ടാകണമെന്നും നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു. 3ാം തവണയും ജനങ്ങൾ സർക്കാരിൽ വിശ്വാസമർപ്പിച്ചു. പാർലമെന്റിന്റെ മാന്യത പ്രതിപക്ഷം പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ BJP-യുടെ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും നിശ്ചയിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം DMK-ക്ക് വാഗ്ദാനം ചെയ്ത് ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ BJP ശ്രമം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്ന് അറിയിച്ച BJP സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് DMK-യുടെ പിന്തുണ തേടി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പ്രോടൈം സ്പീക്കറുടെ പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ പിന്മാറിയിരുന്നു. ലോക്സഭാ അംഗമായി മലയാളത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് സുരേഷ് ഗോപി MP. ദൈവനാമത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. BJP-യുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാ അംഗമാണ് സുരേഷ് ഗോപി. 3ാം മോദി സർക്കാരിൽ ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹം. വന്യജീവി വിഷയത്തിൽ സ്വകാര്യ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് നിയുക്ത കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്. ജനങ്ങളെ വന്യജീവികളുടെ ദാക്ഷിണ്യത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും വന്യജീവികൾ ആക്രമിച്ചാൽ കയ്യും കെട്ടിയിരിക്കണമെന്ന ഏർപ്പാട് ഇന്ത്യയിൽ മാത്രമാണെന്നും ലോക്സഭയിൽ സംസാരിക്കാൻ കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തെ +1 സീറ്റ് ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. +1 സീറ്റ് വിഷയത്തിൽ അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകളുടെ കണക്ക് സഭയിൽ ആവർത്തിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വി ശിവൻകുട്ടി സഭയിൽ വ്യക്തമാക്കി. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള SFIയുടെ സമരത്തെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുറേ നാളായി സമരം ചെയ്യുന്നവരല്ലേ, സമരം ചെയ്ത് ഉഷാറായി വരട്ടെ എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. അവർ എന്താണ് മനസ്സിലാക്കിയത് എന്നറിയില്ലെന്നും തെറ്റിദ്ധാരണയാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മലപ്പുറത്ത് 20,000-ഓളം സീറ്റുകൾ ബാക്കിയുണ്ട്. ഒരു കുട്ടി തന്നെ 2-3 സ്കൂളുകളിൽ അപേക്ഷിച്ചിട്ടുണ്ട്. അതാണ് അപേക്ഷകൾ പെരുപ്പിച്ചു കാണിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും പ്രവേശനം സർക്കാർ ഉറപ്പു നൽകും. അവസാന അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും പുറത്ത് നിൽക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 18ാം ലോക്സഭയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള 18 MP-മാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ ഗാന്ധി റൈബറേലിയിൽ നിന്നുള്ള MP ആയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരം MP ശശി തരൂർ വിദേശ സന്ദർശനം നടത്തുന്നതിനാൽ ഈ ആഴ്ച അവസാനമാകും സത്യപ്രതിജ്ഞ ചെയ്യുക. പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നത് തടയാനുള്ള പൊതു പരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പരീക്ഷാ നടത്തിപ്പിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ആദ്യം പരാതി നൽകേണ്ടത് പരീക്ഷാ സെന്ററിന്റെ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥനെയാണ്. കൂടാതെ റീജിയണൽ ഓഫീസറുടെ റിപ്പോർട്ടും പരാതിക്കൊപ്പം നൽകണം. പരാതി ലഭിച്ചാൽ ഉടൻ പ്രത്യേക സമിതിയുണ്ടാക്കി അന്വേഷണം നടത്തണം. ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാകണം അന്വേഷണ സമിതിയുടെ അധ്യക്ഷൻ. ഈ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം നടപടികൾ സ്വീകരിക്കാൻ എന്നാണ് ചട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ിൽ മരം കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. കാറിൽ സഞ്ചരിച്ചെന്ന രാജകുമാരി സ്വദേശി ജോസഫാണ് മരിച്ചത്. വില്ലാഞ്ചിറയിൽ ശക്തമായ മഴയിൽ KSRTC ബസ്സിനും കാറിനും മുകളിലേക്കും മരം ഒടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ വയനാട് ജില്ലയിലുമാണ് നിലവിൽ ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്
ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 28-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ. കോടികൾ വകയിരുത്തിയ ആക്കുളം കായൽ പുനർജീവന പദ്ധതി നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അട്ടിമറിച്ചെന്നാണ് വിമർശനം. മുഹമ്മദ് റിയാസ് നിയമസഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെട്ടില്ലെന്നാണ് ആരോപണം. കരാറിൽ ഒപ്പിട്ട് തുടർ നടപടികൾ ഉറപ്പാക്കാൻ നടത്തിപ്പ് ഏജൻസിയായ വാപ്കോസോ ടൂറിസം വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് സ്ഥലം MLA കൂടിയായ കടകംപള്ളിയുടെ വിമർശനം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ഘടിപ്പിച്ച് KSUവും MSF. സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തുമെന്ന് KSU അറിയിച്ചു. +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്തും തിരുവനന്തപുരത്തും ഇന്നലെ നടന്ന KSU മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കൊല്ലത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു. പോലീസുകാർക്ക് നേരെ കല്ലെറിയുകയും വടി ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു. ഇതോടെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തും KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഇടുക്കി തൊടുപുഴ DDA ഓഫീസിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. കൂടാതെ കോഴിക്കോട് RDD ഓഫീസിന് KSU പ്രവർത്തകർ ഉപരോധിച്ചു. കേരളം വിഭജിച്ച് മലബാർ സംസ്ഥാനമാക്കി മാറ്റണമെന്ന സമസ്തയുടെ ആവശ്യം അപകടകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. മതത്തിന്റെ പേരിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ തന്നെ ഇനി സംസ്ഥാനമാണ് ഇവർ ആവശ്യപ്പെടുകയെന്ന് ജനസംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും കേരളം വിഭജിക്കാൻ നീക്കമുണ്ടായാൽ എന്ത് വില കൊടുത്തും BJP ചെറുത്തു നിൽക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഭരണ പ്രതിപക്ഷങ്ങളുടെ അമിതമായ മുസ്ലിം പ്രീണനത്തിന് അനന്തരഫലമാണ് ഇത്തരം പ്രസ്താവനകളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് മുതലപ്പുഴയിലെ അപകട മരണങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി ചെറിയാൻ നിയമസഭയിൽ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.